ഇന്ന് ഒക്ടോബർ 16 ഈ ആഴ്ച OTT റിലീസാകുമെന്ന് ഉറപ്പാക്കപ്പെട്ട സിനിമകളുടേത് ഉൾപ്പെടെയുള്ള 9 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നു. ആദ്യത്തേത് ഇമ്പം എന്ന മലയാളം സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ ഒക്ടോബർ 17 സിനിമ സൺനെസ്റ്റിൽ OTT റിലീസാകുന്നതാണ്. രണ്ടാമത്തേത് ഇന്ന് OTT റിലീസായ അവർ ഫോൾട്ട് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സ്പാനിഷ് സിനിമ ഇന്ന് ആമസോൺ പ്രൈമിൽ റിലീസായിരിക്കുകയാണ്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുഗു, മലയാളം, കന്നഡ ഉൾപ്പെടെയുള്ള ഒട്ടനേകം ഭാഷകളിൽ സിനിമ OTT റിലീസായിരിക്കുന്നു കൂടി പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. അടുത്തത് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സിനിമയും ഇന്ന് OTT റിലീസ് ആയിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുഗു ഭാഷകളിൽ ഇപ്പോൾ ഈ ഹൊറർ ത്രില്ലർ സിനിമ പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. അടുത്തത് ഈ ആഴ്ച OTT റിലീസിനൊരുങ്ങുന്ന തമിഴ് സിനിമ തണൽ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നാളെ ഒക്ടോബർ 17 ആമസോൺ പ്രൈമിലൂടെ സിനിമ OTT റിലീസ് ആകുന്നതാണ്. ഒരു തെലുഗു ഹൊറർ ത്രില്ലർ സിനിമയാണ് കിഷ്കിന്താപുരി. അനുപമ പരമേശ്വരൻ കൂടി അഭിനയിച്ച സിനിമ നാളെ C5 OTT റിലീസ് ആകുകയാണ്. നാളെ വൈകിട്ട് 6 മണിക്ക് സിനിമ OTT റിലീസ് ആകുമെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒഫീഷ്യൽ OTT പ്രഖ്യാപനം. തെലുഗു ഭാഷയ്ക്ക് പുറമെ തമിഴ്, ഹിന്ദി ഭാഷകളിൽ റിലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ദക്ഷ എന്നൊരു തെലുഗു സിനിമ കൂടി ഈ ആഴ്ച OTT റിലീസ് ആകുന്നു. ആമസോൺ പ്രൈമാണ് തെലുഗു സിനിമയുടെ OTT പ്ലാറ്റ്ഫോം. നെറ്റ്ഫ്ലിക്സിലൂടെ ഒരു ഇന്ത്യൻ സീരീസ് ഈ ആഴ്ച OTT റിലീസ് ആകുന്നു. അത് ഗ്രേറ്റർ കലേഷ് എന്ന സീരീസ് ആണ്. നെറ്റ്ഫ്ലിക്സിൽ ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ ഒക്ടോബർ 17 സീരീസ് റിലീസ് ആകുക. ബാഗി ഫോർ ഒരു മാസം മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ ഹിന്ദി സിനിമയാണല്ലോ. തിയേറ്ററുകളിലെ വൻ പരാജയമായ ടൈഗർ ഷറോഫ് ചിത്രം ഈ ആഴ്ച ആമസോൺ പ്രൈമിലൂടെ റെന്റ് ഓപ്ഷനിൽ OTT റിലീസ് അയക്കുമെന്ന് അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. നാളെ ലഭ്യമാകുമെന്നാണ് അൺഒഫീഷ്യൽ അപ്ഡേറ്റ്. റിലീസിനായിട്ട് കാത്തിരിക്കാം. ആഭ്യന്തര കുറ്റവാളി ഈ ആഴ്ച മലയാളത്തിൽ നിന്ന് OTT റിലീസിനൊരുങ്ങുന്ന പ്രധാനപ്പെട്ട സിനിമയാണ്. ആസിഫ് അലി നായകനെ എത്തുന്ന സിനിമ അങ്ങനെ ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ ഒക്ടോബർ 17 C5 OTT റിലീസ് ആകുകയാണ്. അപ്പോൾ ആസിഫിന്റെ ഈ വർഷത്തെ അടുത്ത സിനിമയുടെ OTT റിലീസിനായിട്ട് കാത്തിരിക്കാം.